അടുത്തതായിട്ട് പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റാണ്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ, അതായത് സ്റ്റൈലിംഗ് റൂൾസിനെ സെപ്പറേറ്റ് ആയിട്ടൊരു ഫയലായിട്ടായിരിക്കും ഇവിടെ കീപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു HTML ഫയലും കാണും, HTML ഡോക്യുമെൻറ്റ് കാണും, .html എക്സ്റ്റൻഷനുള്ള HTML ഡോക്യുമെൻറ്റും കാണും, ഒരു സെപ്പറേറ്റ് സ്റ്റൈൽ ഷീറ്റും കാണും, ഒരു സ്റ്റൈലിന് വേണ്ടിയുള്ള ഒരു CSS ഫയലും കൂടി ഉണ്ടാവും. അപ്പോൾ ഇൻലൈനിലും എംബഡഡിലും സംഭവിച്ചത് എന്താ? ഇൻലൈനിൽ നമ്മൾ ഓരോ എലമെൻസിനും പ്രത്യേകം സ്റ്റൈൽ കൊടുത്തു, അല്ലേ? അത് HTML ഡോക്യുമെൻറ്റിൽ തന്നെയാണ് സ്റ്റൈലിങ് വന്നത് അവിടെ. അതേസമയം എംബഡഡിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോ എലമെൻറ്റിനും കൊടുക്കാതെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഹെഡ് സെക്ഷനിൽ കൊണ്ടേ സ്റ്റൈൽ എലമെൻറ്റിനുള്ളിൽ കൊടുത്തു, അല്ലേ? അങ്ങനെയാണെങ്കിലും സ്റ്റൈൽ റൂൾസ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ് ഇൻഫർമേഷൻ, പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് എവിടെയാണ് വന്നത്? HTML ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലേ? ഹെഡിനുള്ളിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഇൻലൈൻ സ്റ്റൈലാണെങ്കിലും എംബഡഡ് സ്റ്റൈലാണെങ്കിലും പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ CSS സ്റ്റൈലിങ് നമ്മൾ എഴുതുന്നത് HTML ഡോക്യുമെൻറ്റിനുള്ളിൽ തന്നെയായിരിക്കും, അല്ലേ? ഇൻലൈൻ ആണെങ്കിൽ എലമെൻറ്റിൽ, അല്ലെങ്കിൽ എംബഡഡ് ആണെങ്കിൽ ഹെഡിൽ. സ്റ്റിൽ അത് HTML ഫയൽ, ഒരേ ഫയലിനുള്ളിൽ തന്നെയായിരിക്കും കണ്ടൻറ് സ്ട്രക്ചറും വരുന്നത്, ദെൻ ഈ പറയുന്ന പ്രസൻറ്റേഷനും വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു അപ്രോച്ച് അല്ലെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അല്ലേ? കണ്ടൻറ്റും പ്രസൻറ്റേഷനും തമ്മിലൊരു ക്ലിയർ സെപ്പറേഷൻ ഉള്ളതാണ് നല്ലത്. ഇൻലൈനിലെയും എംബഡഡിൻ്റെ കേസിൽ ആ ക്ലിയർ സെപ്പറേഷൻ ഇല്ല. പക്ഷേ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ കേസിൽ ആ ഒരു ക്ലിയർ സെപ്പറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടൻറ് ആൻഡ് സ്ട്രക്ചർ HTML ഡോക്യുമെൻറ്റിലും പ്രസൻറ്റേഷനെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു ഫയലിലുമായിട്ടാണ് നമ്മൾ, ഒരു CSS ഫയലിലായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് രണ്ട് ഫയലുണ്ട്, നമ്മുടെ HTML ഫയലും CSS ഫയലും. ഇത് HTML ഫയൽ, ഇതിൻ്റെ പേര് external.html. ഇത് നമ്മുടെ CSS ഫയൽ, അതിൻ്റെ പേര് styles.cs. അപ്പം ഇത് രണ്ട് സെപ്പറേറ്റ് ഫയൽസാണ്. ഇതെന്തിനു വേണ്ടിയാ? കണ്ടൻറ് ആൻഡ് സ്ട്രക്ചർ, കണ്ടൻറ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സ്റ്റൈലിങ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ എന്നാണ് പറയുക, പ്രസൻറ്റേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്റ്റൈലിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ല? ഇൻലൈനോ എംബഡഡോ ഒരു തരത്തിലുള്ള CSS സ്റ്റൈലിംഗ് നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൽ കാണാൻ പറ്റില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? കണ്ടൻറ്റും സ്ട്രക്ചറും മാത്രമേ ഉള്ളൂ, അല്ലേ? എലമെൻസും കണ്ടൻറ്റും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുള്ളൂ. അതേസമയം ഇങ്ങോട്ട് നോക്കിക്കേ, ഇതൊരു സെപ്പറേറ്റ് സ്റ്റൈൽ ഷീറ്റാണ്, ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫയലാണ്. ഇതിനെ നമ്മൾ സേവ് ചെയ്യുന്നത് styles.css എന്നാണ്. എന്ന് വെച്ചാൽ ഇതൊരു CSS സ്റ്റൈലിംഗ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ CSS സ്റ്റൈൽസ് എന്ന് വെച്ചാൽ സ്റ്റൈൽ റൂൾസിനെ എഴുതാൻ ഉപയോഗിക്കുന്നൊരു ഫയലാണ്. CSS, അത് .css എക്സ്റ്റൻഷൻ വെച്ച് വേണം സേവ് ചെയ്യാനായിട്ട്. ഇനി അതിനുള്ളിൽ എന്താ ഉണ്ടാവുക? HTML ടാഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, കണ്ടൻറ്റും സ്ട്രക്ചറും ഒന്നും ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നില്ല. ഇതിനകത്ത് എന്തുമാത്രമാണ് ഉള്ളത്? പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റൈലിംഗ് മാത്രമാണ് ഉള്ളത്. നോക്കിക്കേ, കണ്ടോ? ക്ലാസ് സെലക്ടേഴ്സ് ഉണ്ട്, ദെൻ റൂൾസ് ഉണ്ട്. ഓരോ ക്ലാസ് സെലക്ടേഴ്സിലും അപ്ലൈ ആവുന്ന, ഓരോ ക്ലാസ്സിലേക്കും അപ്ലൈ ആകുന്ന റൂൾസിൻ്റെ സെറ്റാണ് ഇവിടെയുള്ളത്, അല്ലെ? ആട്രിബ്യൂട്ട് വാല്യൂ പെയേഴ്സ് ആയിട്ട് ഇവിടെ എഴുതി വെക്കും. നോക്കിക്കേ, ഇത് ഓരോന്നും ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ബോഡി, HTML ഫയലിലെ ബോഡിയിലുള്ള എല്ലാ എലമെൻസിലും, അല്ലേ, ബോഡി കംപ്ലീറ്റ് അപ്ലൈ ചെയ്യേണ്ട റൂളാണിത്. ഫോണ്ട് ഫാമിലി, ഏരിയൽ, ഇതുകൊണ്ട് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, സാൻസാരി 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ ആദ്യം അപ്ലൈ ആവുന്നത് അത് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി a.nodec, ഇതെന്താ കൊടുത്തിരിക്കുന്നതെന്ന് അറിയുമോ? ഇതൊരു സ്പെഷ്യൽ ക്ലാസ് ആണ്. അത് ആങ്കർ ടാഗിന് മാത്രമായിരിക്കും ഈ ഒരു സ്പെഷ്യൽ ക്ലാസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ക്ലാസ് സെലക്ടർ ഉപയോഗിച്ച് നമ്മൾ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിനെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? ഒരു സ്റ്റൈൽ ക്ലാസ്സിനെ. ഇപ്പോൾ പാരഗ്രാഫ് ടാഗിലാണ് നമുക്ക് സ്റ്റൈൽ ക്ലാസ്സിനെ യൂസ് ചെയ്യേണ്ടതെങ്കിൽ പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലാസ് = എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ നെയിം എഴുതിയാൽ മതി. സ്പെഷ്യൽ എങ്കിൽ സ്പെഷ്യൽ, അല്ലെങ്കിൽ നോഡെങ്കിൽ നോഡ്, അങ്ങനെ ആ ഒരു ക്ലാസ് നെയിം അവിടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, a.nodec എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആങ്കർ ടാഗിന് മാത്രം, ആങ്കർ ടാഗിനുള്ളിൽ ക്ലാസ് ഈസ് ഈക്വൽ ടു നോഡെക്ക് എന്ന് കൊടുത്താൽ മാത്രമേ ഈ ഒരു സ്റ്റൈൽ റൂള് അപ്ലൈ ആവുള്ളൂ. എന്ന് വെച്ചാൽ ആങ്കറിന് വേണ്ടി മാത്രമുള്ള, ആങ്കർ ടാഗ്സിന് വേണ്ടി മാത്രമുള്ള റൂൾ സെറ്റാണ് അത്. പിന്നെ കൊടുത്തിട്ടുണ്ട് A:H ഓവർ. എച്ച് ഓവർ എന്ന് പറഞ്ഞാൽ അത് സ്യൂഡോ ക്ലാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിൽ ഇല്ലാത്ത പല ഇൻഫർമേഷനും തരുന്ന ക്ലാസ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആങ്കർ ടാഗിൻ്റെ കൂടെ അത് കൊടുത്തിരിക്കുന്നത്. എപ്പോഴാണോ ഹൈപ്പർ ലിങ്കിൻ്റെ മുകളിൽ നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരുന്നത്, എച്ച് ഓവർ എന്ന് പറയും, അതിൻ്റെ മേളിൽ മൗസ് കൊണ്ടുവരുന്നത്, അപ്പോഴായിരിക്കും അവിടെ ഈ സ്യൂഡോ ക്ലാസ് ആക്ടിവേറ്റ് ആവുക. ഓക്കെ, അപ്പോഴായിരിക്കും ഈ സ്യൂഡോ ക്ലാസ് ഡൈനാമിക്കലി ആക്ടിവേറ്റ് ആവും, ഓട്ടോമാറ്റിക്കലി അത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ മാത്രം ഈ സ്റ്റൈൽ അപ്ലൈ ആവും. ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കിൻ്റെ മേളിൽ യൂസർ മൗസ് പോയിൻ്റർ കൊണ്ട് വെക്കുമ്പോൾ അണ്ടർലൈൻ വരും, ആ ഒരു ടെക്സ്റ്റിൽ അണ്ടർലൈൻ വരും. ഇത്രേ ഉള്ളൂ. അത് ആങ്കർ ടാഗിന് മാത്രം ബാധകമാണ് കേട്ടോ. ദെൻ LIEM ദെൻ സ്റ്റൈൽ റൂൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ LI എന്ന് പറയുന്ന എലമെൻറ്റിനുള്ളിൽ നെസ്റ്റ് ചെയ്ത് വരുന്ന EMന് മാത്രം ഈ റൂൾസ് അപ്ലൈ ആവും. അല്ലാതെയുള്ള EMനൊന്നും ഈ റൂൾസ് അപ്ലൈ ആയില്ല. LIക്കുള്ളിൽ നെസ്റ്റ് ചെയ്ത് വരുന്ന EMന് മാത്രം. അതായത് LI ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ കൊടുത്തിരിക്കുന്ന എല്ലാ EMനും ആ EM കണ്ടൻറ്റിനും ഈ ഒരു റൂള് അപ്ലൈ ആവും. അതുപോലെ തന്നെ ഇവിടെ H1-നുള്ളിൽ നെസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതായത് H1 പേരൻറ്റും EM ചൈൽഡുമായിട്ട് വരുന്ന കേസിൽ ആ EM കണ്ടൻറ്റിനെ ഈ സ്റ്റൈൽ വെച്ചിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ UL, ഇവിടെ ULനുള്ളിൽ UL വന്നു കഴിഞ്ഞാൽ അതിനുള്ളിലെ കണ്ടൻ്റ് എല്ലാം 0.8 EM അതിൻ്റെ ഫോണ്ട് സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റൈൽ റൂൾസ് എഴുതുന്നത്. അപ്പോൾ ഈ സ്റ്റൈൽ റൂൾസ് മാത്രമേ ഈ ഒരു ഫയലിലുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈൽ ഫയലിനെ, എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫയലിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫയലിനെ നമ്മളിവിടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്യും. നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഫയലിനെ ഇവിടെ ലിങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എലമെൻ്റാണ് ഇത്, ലിങ്ക് എലമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കുറേ ആട്രിബ്യൂട്ട് വാല്യൂ പെയേഴ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. REL അതൊരു ആട്രിബ്യൂട്ട് നെയിമാണ്. റിലേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഡോക്യുമെൻറ്റും ഇതും തമ്മിലുള്ള ബന്ധം എന്താ ബന്ധം? ഇതിൻ്റെ സ്റ്റൈൽ ഷീറ്റാണിത് അല്ലേ? അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, സ്റ്റൈൽ ഷീറ്റ്. ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CSS. എന്ന് വെച്ചാൽ ഈ ലിങ്ക് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫയലിൻ്റെ ടൈപ്പ് എന്താണ്, ഏത് ടൈപ്പ് ഫയലാണത് അല്ലേ? അത് ടെക്സ്റ്റ് ബാർ CSS ഫയലാണ്. അത് നമ്മൾ എഴുതി. ദെൻ ഏത് ഫയൽ വെച്ചാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് എഴുതണ്ടേ, അതിൻ്റെ പാത്ത് കൊടുക്കണ്ടേ, അതാണ് ഇവിടെ കൊടുക്കുന്നത്. റെഫറൻസ് ഈസ് ഈക്വൽ ടു പേര്. അതായത് ഈ styles.cssഉം ഈ external.html ഈ രണ്ട് ഫയൽസും സെയിം ഫോൾഡറിനുള്ളിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പേര് മാത്രം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാത്ത് കൊടുക്കണം. അപ്പോൾ സെയിം ഫോൾഡറിലായതുകൊണ്ട് പേര് മാത്രം കൊടുത്താൽ മതി. ഈ പേര് മാത്രം ഇവിടെ കൊടുത്തു. അങ്ങനെ ഈ ഒരു സ്റ്റൈൽ ഡോക്യുമെൻ്റ് നമ്മുടെ HTML-ഉമായിട്ട് ലിങ്കായി. ഇനി ഈ HTML-നെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത്, ബ്രൗസർ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റൈൽസ് എല്ലാം ഇവിടെ അപ്ലൈ ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് പറയുന്ന റൂൾസ് അനുസരിച്ചായിരിക്കും ഈ ഒരു HTML ഡോക്യുമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതോടുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊരു സെപ്പറേറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഫയലാണ്, CSS ഫയലാണ് അല്ലേ? ഇതിൻ്റേതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ് ഡോക്യുമെൻറ്റിന് മാത്രമല്ല, വേറെ ഏത് വെബ് ഡോക്യുമെൻറ്റിന് വേണമെങ്കിലും ഈ ഒരു സ്റ്റൈൽ ഷീറ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ റീയൂസിങ് എന്ന് പറയും അല്ലേ? റീയൂസിങ് കൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു തവണ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പലതവണ ഈ ഒരു സ്റ്റൈൽ ഷീറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു പേജ് അല്ല ഉണ്ടാവുക അല്ലേ, മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. ഓരോ പേജും ഓരോ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതുക അല്ലേ, സെപ്പറേറ്റ് ഫയൽസ് HTML ഫയൽസ് ആയിട്ടായിരിക്കും എഴുതുക. അപ്പോൾ ഓരോ ഫയലിലേക്ക് നമുക്ക് ഈ ഒരു സെയിം CSS ഫയലിനെ, എക്സ്റ്റേണൽ സ്റ്റൈൽ ഫയലിനെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സെയിം ഫയലിനെ തന്നെ, ഒറ്റ ഫയൽ മതി എല്ലാ പേജ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ 100 പേജ് ഉണ്ടെങ്കിൽ ആ 100 പേജ്
HTML ഫയലിലേക്ക് നമുക്ക് ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരൊറ്റ പ്രസൻറ്റേഷൻ ഫയൽ എഴുതിയാൽ മതി, നമുക്കത് പലതവണ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ പേജസിനും സെയിം അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. കാര്യം സെയിം സ്റ്റൈൽ ഷീറ്റ് വെച്ചിട്ടല്ല അതിനെ സ്റ്റൈൽ ചെയ്യുന്നത്, സെയിം സ്റ്റൈൽ ഷീറ്റല്ലേ അതിലേക്ക് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്ന എല്ലാ വെബ് പേജിൻ്റെയും അപ്പിയറൻസ് എന്ന് പറയുന്നത് യൂണിഫോം അപ്പിയറൻസ് ആയിരിക്കും. അതൊക്കെയാണ് ആദ്യം പറയുന്നത്. സ്റ്റൈൽ ഷീറ്റ് എന്താണെന്ന് നമുക്കറിയാം. കൺവീനിയൻറ്റ് വേ ടു ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ് വിത്ത് എ യൂണിഫോം തീം. ഇനിയും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി CSS റൂൾസ്. ഇതിനകത്ത് CSS റൂൾസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. യു ക്യാൻ പ്രൊവൈഡ് എ യൂണിഫോം ലുക്ക് ആൻഡ് ഫീൽ ടു ആൻ എൻറ്റയർ വെബ്സൈറ്റ്. ഒരു എൻറ്റയർ വെബ്സൈറ്റിന് ഒരു യൂണിഫോം ലുക്ക്, ഓരോ പേജ് എടുക്കുമ്പോഴും ആ ഒരു യൂണിഫോം ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് കിട്ടാനായിട്ട് ഈ എക്സ്റ്റേണൽ ഷീറ്റ് യൂസ് ചെയ്യാം. എങ്ങനെ? എല്ലാ പേജിലേക്കും സെയിം എക്സ്റ്റേണൽ ഷീറ്റ് നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. യു ക്യാൻ ഓൾസോ റീയൂസ് സെയിം എക്സ്റ്റേണൽ ഷീറ്റ്, അല്ലേ? പല വെബ്സൈറ്റിനും സെയിം ഷീറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് ഒന്നും മാറ്റണ്ട, പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് HTML ഡോക്യുമെൻറ്റിൽ തൊടേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? ഈ സ്റ്റൈൽ ഷീറ്റിൽ കയറി ഈ ഒരു സെപ്പറേറ്റ് അതായത് styles.css മാത്രം കയറിയിട്ട് ചേഞ്ചസ് വരുത്തിയാൽ മതിയാവും, അല്ലേ? അത് അവിടെ അപ്ലൈ ആയിക്കോളും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. You only need to modify a single CSS file to make style changes across all the pages that use those styles. ആ സ്റ്റൈൽ യൂസ് ചെയ്യുന്ന വേറെ എല്ലാ പേജസിലും ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മുടെ എക്സ്റ്റേണൽ ഫയലിനെ മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും. ഇതിനെ സ്കിന്നിങ് എന്ന് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വെബ് ഡിസൈനറും ഉണ്ട്, ഒരു കണ്ടൻറ് ഓതറും ഉണ്ടെന്ന് വിചാരിക്കാം. കണ്ടൻറ് ഓതറാണ് വെബ്സൈറ്റിൽ എന്ത് കണ്ടൻറ് ഇടണമെന്ന് തീരുമാനിക്കുന്നത്. ആ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് അയാളാണ് അത് ഓർഡർ ചെയ്യുന്നത്. ഇനി വെബ് ഡിസൈനറിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം, സ്റ്റൈലിംഗ് എങ്ങനെയായിരിക്കണം എന്നാണ് അയാൾ തീരുമാനിക്കുന്നത്. കണ്ടൻറ് എങ്ങനെയാണെന്നൊന്നും അയാൾക്ക് അറിയില്ല, അതെങ്ങനെയാണ് വന്നതെന്നൊന്നും അയാൾക്ക് അറിയില്ല. അയാൾക്ക് ആ പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം, കണ്ടൻറ്റും ചേഞ്ച് ചെയ്യണം, പ്രസൻറ്റേഷനും ചേഞ്ച് ചെയ്യണം, കളറും അതും എല്ലാം മാറ്റണം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരും. സെയിം ഫയലായിട്ടാണ്, എംബഡഡ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻലൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നതിലൊരു പ്രശ്നം, ഈ പ്രസൻറ്റേഷനും ഈ കണ്ടൻറ്റും എല്ലാം സെയിം ഫയലിലായിരിക്കും കിടക്കുക. അപ്പോൾ കണ്ടൻറ് ഓതർ അതിൽ വർക്ക് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ വെബ് ഡിസൈനർക്ക് പ്രസൻറ്റേഷൻ ഡേറ്റ മാറ്റാനായിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാര്യം ഒരു ഫയലല്ലേ ഉള്ളൂ, അറ്റ് എ ടൈം ഒരാൾക്കല്ലേ അതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേസമയം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ കേസിൽ പ്രസൻറ്റേഷനും HTML കണ്ടൻറ്റും ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വേറെ സെപ്പറേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെബ് ഡിസൈനർക്ക് അവിടെ ഈ ഒരു CSS ഫയൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കണ്ടൻറ് ഓതർക്ക് HTML ഫയൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സെപ്പറേറ്റിംഗ് കണ്ടൻറ് ആൻഡ് സ്റ്റൈൽ ഇൻറ്റു സെപ്പറേറ്റ് ഫയൽസ്. ഇത്രയേ ഉള്ളൂ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ പഠിക്കാം.